ഹലോ ഫ്രണ്ട്സ്, മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും അറിയുകയാണ് നമ്മുടെ മഞ്ജു വേറൊരാളെ കെട്ടി എന്നുള്ളത്. പക്ഷെ ഇവരുടെയൊക്കെ ധാരണയിൽ മഞ്ജു കെട്ടിയത് മാർക്കോനെയാണെന്നാട്ടോ. അങ്ങനെ മാർക്കോനെ വിളിച്ചിട്ട് ഇങ്ങനെ ദേഷ്യത്തിൽ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, മാർക്കോ നീ എവിടെയാണ്, നീ ചെയ്തത് എന്തായാലും വലിയ ചതിയായിപ്പോയി, നീ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് പറയുകയാണ്. അപ്പൊ അപ്പുറത്താണെങ്കിൽ നമ്മുടെ സാഗറിന്റെയും മഞ്ജുവിന്റെയും ആ ഒരു ചാർത്തലൊക്കെ കഴിഞ്ഞ് ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട്, നമ്മുടെ മഞ്ജു ഭയങ്കര എന്താ പറയാ സുന്ദരിയായിട്ട് ഇങ്ങനെ ആദ്യ രാത്രിക്ക് വേണ്ടി സാരി കൊടുത്ത് ഇങ്ങനെ ആ ഒരു സെറ്റും കൊണ്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ ഭയങ്കര സുന്ദരിയായിട്ടൊക്കെ നിൽക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ സാഗറും നമ്മുടെ മഞ്ജുവും കൂടി ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ മാർക്കോ പറയുന്നുണ്ട്, ഇപ്പൊ രണ്ടാളും അടിപൊളിയായല്ലോ, ഇനി നിങ്ങൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഇവരുടെ ആ ഒരു സന്തോഷ നിമിഷങ്ങളാട്ടോ. പിന്നീട് ഇവരിങ്ങനെ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടേ നമ്മുടെ മാർക്കോ. അതിനുശേഷം നമ്മുടെ കണ്ണൻ വിളിപ്പിച്ച പ്രകാരം കണ്ണന്റെ അടുക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അവിടത്തെ ചെല്ലുമ്പോ തരാൻ നമ്മുടെ മഹാലക്ഷ്മി കണ്ണനും പൊട്ടിത്തെറിക്കും കേട്ടോ. നീ എന്തു പണിയാണ് ഈ കാണിച്ചത്, ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ, ഇപ്പോഴും അവൾ നിയമപരമായിട്ട് മേഘനാഥന്റെ ഭാര്യയാണ്, നിനക്കത് അറിയാൻ പാടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ. നീ അവളെ ഇഷ്ടമാണെന്നുള്ളൊരു കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുക. അപ്പോഴാണ് നമ്മുടെ മാർക്കോന് കത്തിയത്, താനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞെന്നാണ് ഇവരുടെ ധാരണ. അപ്പം നമ്മുടെ മാർക്കോ പറയുന്നുണ്ട്, മഞ്ജുവിനെ വിവാഹം ചെയ്തത് ഞാനല്ല എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ ആരാണ് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ കണ്ണൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മാർക്കോ ഇങ്ങനെ പറയാൻ പോകുന്നുണ്ട്. അപ്പം മഞ്ജുവിനെ കെട്ടിയത് സാഗറാണെന്ന് അറിയുമ്പോൾ നമ്മുടെ കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും ആ ഒരു പ്രതികരണം എങ്ങനെയായിരിക്കും? മാർക്കോനെ പിന്നെ അവര് ഒരു ചതിയനായിട്ടേ കാണത്തുള്ളൂ അല്ലെ. സാഗറിന് അത്രയ്ക്കും ഇവര് രണ്ടുപേരും വെറുത്ത ഒരാളാണ് അല്ലെ. അപ്പൊ ഇനി എന്തൊക്കെ പൊട്ടിത്തെറികളാകും അവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലെ കൂട്ടുകാരെ. പ്രവചനാതീതമാട്ടോ. എന്തായാലും നമുക്ക് നോക്കാം, കാത്തിരുന്നേനെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.